അറിയപ്പെട്ടിരുന്ന താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. ദിലീപും മഞ്ജു വാര്യരും വേർപിരിയുന്നു എന്ന വാർത്ത മലയാളികൾ ശരിക്കും ഞെട്ടലോടെയാണ് അത് കേട്ടത്. ഇപ്പോഴിതാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടൻ ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാക്കനാട് നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച മാജിക് ഫ്രെയിംസ് മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ഇരുവരും എത്തിയിരുന്നത്. ഇരുവരും ഒരുമിച്ചെത്തിയ ചിത്രങ്ങളും വീഡിയോകളും നിമിഷ നേരം കൊണ്ടാണ് ഓൺലൈനിൽ വൈറലായത്. ചടങ്ങിൽ ഇരുവരും ഹസ്തദാനം ചെയ്യുന്നതും സംസാരിക്കുന്നതിൻ്റെയും വീഡിയോയും ഇക്കൂട്ടത്തിലുണ്ട്. തിയേറ്ററിനകത്ത് ഏറ്റവും പിന്നിലെ നിലയിലിരുന്ന മഞ്ജു വാര്യർക്കരികിലേക്ക് ദിലീപ് എത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരും പരസ്പരം കൈകൊടുത്തു. AI നിർമ്മിതമല്ല, ഇത് ഒറിജിനൽ തന്നെയാണ് എന്ന അടിക്കുറിപ്പോടെ എത്തിയ വീഡിയോ ആരാധകർക്കിടയിൽ വൻ ആവേശവും സംശയങ്ങളും സൃഷ്ടിച്ചിരിക്കുകയാണ്. തിയേറ്റർ ഉദ്ഘാടനത്തിന് പിന്നാലെ സ്ക്രീനിംഗ് നടന്നിരുന്നു. ഇരുവർക്കും ഒരേ വരിയിലായിരുന്നു ഇരിപ്പിടങ്ങൾ ഒരുക്കിയത്. ഒരേ വരിയിൽ രണ്ടറ്റങ്ങളിലായിട്ടാണ് ഇരുവരും ഇരുന്നിരുന്നത്. ജയസൂര്യയും പൃഥ്വിരാജുമായിരുന്നു മഞ്ജുവിൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഉമാ തോമസ് MLAക്ക് തൊട്ടടുത്തുള്ള സീറ്റിലായിരുന്നു ദിലീപ് ഇരുന്നത്. ഒരേ ചടങ്ങിന് എത്തിയിട്ടും ഒരേ നിലയിലായിരുന്നിട്ടും ഇരുവരും പരസ്പരം സംസാരിച്ചില്ല എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. തിയേറ്ററിനുള്ളിലെ ഒരേ നിരയിലെ സീറ്റുകളാണ് ഇരുവർക്കും ഇരിപ്പിടം ഒരുക്കിയതെങ്കിലും അകലം പാലിച്ചാണ് രണ്ടുപേരും ഇരുന്നത്. മറ്റു താരങ്ങളോട് സൗഹൃദം പങ്കുവച്ച മഞ്ജു ദിലീപിനെ ശ്രദ്ധിച്ചില്ലെന്നും വാദങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈയൊരു വീഡിയോ. ഇത് കണ്ട് ശരിക്കും ആരാധകരും എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ശരിക്കും AI ആണോ? ശരിക്കും AI ആണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്നാണ് പലരും സംശയങ്ങൾ ചോദിക്കുന്നത്. യഥാർത്ഥമാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പല ആരാധകരും കമൻസുകളിലൂടെ കുറിച്ചിരിക്കുകയാണ്. അതുപോലെ കാവ്യയില്ലായിരുന്നെങ്കിൽ ഇവർ പരസ്പരം ഒന്നിച്ചേനെ. കണ്ണുകളെ വിശ്വസിക്കാനാകുന്നില്ല. മീനാക്ഷി എന്തു പറയുന്നു? മീനാക്ഷിക്ക് സന്തോഷമായി കാണുമല്ലേ? ഒന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയുമല്ലേ? അപ്പോൾ മീനാക്ഷിയും സന്തോഷിക്കുന്നുണ്ടാകും. അതുപോലെ കാവ്യയ്ക്കിപ്പോൾ ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടാകില്ല. കാവ്യ ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഇപ്പോഴും ഒരുമിച്ച് ജീവിച്ചേനെ. കാവ്യ വേണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസുകളാണ് ഈ പോസ്റ്റുകൾക്ക് താഴെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത്. കാക്കനാട്ട് പുതുതായി ആരംഭിച്ച മാജിക് ഫ്രെയിംസ് തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിച്ചത്. ജയസൂര്യ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, ആന്റണി പെരുമ്പാവൂർ, കലാഭവൻ ഷാജോൺ, ഷെയ്ൻ നിഗം, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങി നിരവധി താരങ്ങളായിരുന്നു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നത്.